നിർബന്ധിത മതപരിവർത്തനം തെറ്റല്ലേ സർ? നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നതിനേക്കാൾ മതപരിവർത്തനം തന്നെ തെറ്റായ നടപടിയാണ്. അതെ. അപ്പൊ പിന്നെ നിർബന്ധിത മതപരിവർത്തനം ധാരാളം നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന മതപരിവർത്തനങ്ങളിൽ ഒരു 98% 99% നിർബന്ധിത മതപരിവർത്തനമാണ്. അത് പലതരത്തിൽ നിർബന്ധിതരാക്കുകയാണ്. ഇപ്പോ ആ, ഛത്തീസ്ഗഡില് മത പരിവർത്തനത്തിനെതിരെയുള്ള ഒരു ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കിയിട്ടുണ്ട്. അതെ അതെ. ഫ്രീഡം ഓഫ് റിലീജിയൻ ബിൽ 2026. അതെ. ഛത്തീസ്ഗഡ് ഫ്രീഡം ഓഫ് റിലീജിയൻ ബിൽ 2026 എന്നാണ് ആ ഉം. ബില്ലിന്റെ പേര്. അപ്പം അത് ഈ പാസ്സാക്കിയ പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതെ. ഏതാണ്ട് 8-9 നിയമസഭകൾ ആ. ഈ മതപരിവർത്തന നിരോധന നിയമം പാസ്സാക്കി കഴിഞ്ഞിരുന്നു. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോകാം. ആ, ഒഡീഷ, ഉം, മധ്യപ്രദേശ്, ഇപ്പൊ ഛത്തീസ്ഗഡ്, ഉം. ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, കർണാടക, ഹരിയാന, ഓക്കെ. ജാർഖണ്ഡ് ഈ സംസ്ഥാനങ്ങളിലാണ്. ഇതെന്താ ഇതിന്റെ ഇതിനൊരു ഗുണമുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുക. ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യം എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പൊ ഛത്തീസ്ഗഡിൽ ഇത് നടപ്പാക്കുമ്പോഴും ആ ഇതേ മതപരിവർത്തന അത് ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ നിയമങ്ങളിൽ എപ്പോഴും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവുമല്ലോ. ഈ ലൂപ്പ് ഹോള് ഭേദിച്ച് പിന്നെയും മതപരിവർത്തനം നടത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഈ മറ്റേ സുവിശേഷവൽക്കരണം നടത്തുന്നവരും മെത്രാന്മാരും മറ്റേ ഇതിൻ്റെ ഇടനിലക്കാർക്കും ഇതൊരു പ്രൊഫഷണൽ ഇവാഞ്ചലിസ്റ്റുകളുണ്ട്. മതപരിവർത്തനം ലക്ഷ്യമാക്കി നടക്കുന്നവർ. അവർക്ക് ഈ രാജ്യത്തിന് ഛിന്ന ഭിന്നമാക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് മതപരിവർത്തനം. ഇപ്പം മതപരിവർത്തനത്തിലേക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു പ്രത്യേക മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല, പരിവർത്തനം ചെയ്യുന്നില്ല. എനിക്ക് തോന്നുകയാണ്, ഞാൻ ആ മതത്തെക്കുറിച്ച് പഠിച്ചിട്ട് അത് നല്ല മതമാണ്, ഹിന്ദു മതത്തേക്കായും നല്ല പ്രിൻസിപ്പിൾസും തത്വ ഇതൊക്കെ ആയിട്ടുള്ള മതം അതാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഹിന്ദു മതത്തെക്കായും സ്വാതന്ത്ര്യവും സൗകര്യവും ആ മതത്തിൽ കിട്ടും എന്നുണ്ടെങ്കിൽ ഞാൻ മതപരിവർത്തനം നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആ മതത്തെക്കുറിച്ച് ഇപ്പം ഞാൻ ഏത് മതത്തിലേക്കാണോ മാറണേ ആ മതത്തിനെ കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് വേണം. അതായത് നമുക്ക് സ്വയം തോന്നി മാറുന്നത് പ്രശ്നമല്ല. അത് പ്രശ്നമല്ല, അതിന് പക്ഷെ ആരും ഇത് ചോദ്യം ചെയ്യണില്ല. നിർബന്ധിതമായിട്ടാണല്ലോ പല കാര്യങ്ങളും. ഇപ്പൊ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം ആരും മറന്നുപോകാൻ സാധ്യതയില്ല. കാരണം സാറിനും ഒക്കെ ഓർമ്മയുണ്ടല്ലോ 2025 ജൂണില് 2 സിസ്റ്റർമാരെ അവിടെ അറസ്റ്റ് ചെയ്ത സംഭവം. അതെ. സിസ്റ്റർ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് അവരെയാണ് അറസ്റ്റ് ചെയ്തത്. അത് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സഭയിലെ അംഗങ്ങളായിരുന്നു. അപ്പോൾ ഇതിന്റെ കാരണം കൂടി പറഞ്ഞാലാണ് അത് വ്യക്തമാവുക. നാരായൺപൂർ സ്വദേശികളായ 3 യുവതികളെ ആഗ്രയിലെ കോൺവെന്റിലേക്ക് ജോലിക്കായിട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ ഒരു അറസ്റ്റ് വരുന്നത്. അന്ന് ഭയങ്കര പുകിലായിരുന്നു അതെ നമ്മുടെ അതെ അതെ നാട്ടില്. അതെ. ഇവരുടെ ഈ കന്യാസ്ത്രീമാരെ അവിടെ വിട്ടിരിക്കണ തന്നെ മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട്. അവർക്ക് വേറെ എന്തറിയാം? പോയി ആൾക്കാരെ വിളിച്ചുകൊണ്ടുവന്ന് കുറച്ച് അരിയും ഗോതമ്പും ശർക്കരയും പഞ്ചസാരയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്നോട്ട് വിശ്വസിച്ചതുകൊണ്ട്. അപ്പോൾ ഈ പരിവർത്തനം നടത്തുന്ന ആരെയാണെന്ന് അറിയാമോ? ട്രൈബൽസിനെയാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പിന്നെ ട്രൈബൽസ്, വനവാസികൾ എന്ന് പറയുന്നവർ. അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല പ്രജിത. അവരെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി വേണ്ടാത്ത നുണയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇൻഡോക്ട്രിനേഷൻ നടത്തിയിട്ടാണ് അവരെ മതപരിവർത്തനം നടത്തുന്നത്. അവരുടെ പാവങ്ങൾ, അവർക്ക് അറിയില്ല. അപ്പം ഇവരുടെ ഉദ്ദേശം ഇന്ത്യനെ ഛിന്ന ഭിന്നമാക്കാനായിട്ട് ഈ മത ഒരു ഡെമോഗ്രഫി എന്ന് പറയും നമ്മൾ, റിലീജിയസ് ഡെമോഗ്രഫി. എന്ന് പറയുന്നതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിന് മാറ്റം വരുമ്പോൾ ആ രാജ്യം തന്നെ ഇല്ലാതാവും. ഉദാഹരണത്തിന് ഇവിടെ പണ്ട് 80-85 സ്വാതന്ത്ര്യത്തിന് 1947 മുമ്പ് 80-85% ഹിന്ദുക്കളുണ്ടായിരുന്നു. ഇന്ന് അത്രയൊന്നും ഇല്ല. ഇന്ന് ഈ പറഞ്ഞ പോലെ 70% കഷ്ടി ഹിന്ദുക്കളെ കാണുള്ളൂ. മുഴുവനും ഈ മതപരിവർത്തനം നടത്തി ഈ പള്ളിയിൽ അച്ഛന്മാർ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി. നാഗാലാൻഡിലേക്ക് 99% ക്രിസ്ത്യാനികൾ. സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറണതിന് നമുക്ക് യാതൊരു വിരോധമില്ല. അവിടെ ചെന്ന് അവിടുത്തെ ഉള്ള ട്രൈബൽസിനെ വഞ്ചിച്ച്
പറഞ്ഞ് പറ്റിച്ച് മതപരിവർത്തനം നടത്തുന്നവരാണ് ഇവിടുത്തെ ആൾക്കാർ. ഇപ്പം നാഗാലാൻഡിൽ നോർത്ത് ഈസ്റ്റിൽ പൊതുവെ കണ്ടുവരുന്ന വിഘടനവാദത്തിൻ്റെ പ്രധാന ഉത്തരവാദികൾ ഈ പള്ളിയിലെ അച്ഛന്മാരാണ്. ഇപ്പം ഇവിടുന്ന് വൈകുന്നേരമൊക്കെയുള്ള ട്രെയിനിൽ പോകുമ്പോൾ ഇല്ലേ, മെഡ്രാസിലേക്കൊക്കെ പോകുന്ന ട്രെയിനിലേക്ക് പോകുമ്പോൾ കുറേ പാസ്റ്റർമാർ, ഇവാഞ്ചലിസ്റ്റുകൾ അതിനകത്തൊക്കെ ഉണ്ടാവും ട്രെയിനിൽ. മദ്രാസിൽ ഇറങ്ങി അവിടെ നിന്ന് ഒറീസയ്ക്കും പിന്നെ കന്തമാൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട് ഒറീസയിൽ, അവിടേക്കും പിന്നെ അവിടെ നിന്നും പോയി എന്താണ് നാഗാലാൻഡിലും മിസോറാമിലും മണിപ്പൂരിലും ഒക്കെ ഈ മതപരിവർത്തനം നടത്താൻ പോയി ഇവിടെ നിന്ന് പോവുക. അവിടുത്തെ ഉള്ള ആൾക്കാരുണ്ട്. ഇതിനെതിരെ ഇവര് സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോയിട്ടുണ്ടല്ലോ. അത് ഈ മതപരിവർത്തന പ്രോസസ്സ് പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയ്ക്ക് ഒരു അക്കൗണ്ടബിലിറ്റി വേണം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ നേരത്തെ പ്രജിത വായിച്ച സംസ്ഥാന നിയമസഭകൾ നിയമം പാസ്സാക്കി. അതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്ന ആരാന്നറിയാമോ? കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സംഘടന. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാരുടെ സംഘടനയാണ് ഈ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അവർ ഈ ചെയ്യണ മുഴുവൻ നമ്മുടെ രാജ്യദ്രോഹപരമായ പരിപാടികൾ മാത്രമേ അവർ ചെയ്യുള്ളൂ. അതിൽ സ്പെഷ്യലിസ്റ്റുകളാണ്. അതിൽ അവന്മാർക്ക് നൊബേൽ പ്രൈസ് കിട്ടേണ്ടതായി ബിഷപ്പുമാർക്ക്. അവർക്കൊക്കെ ഇന്ത്യക്കാരോട് ദേഷ്യം, ഹിന്ദുക്കളോട് ഭയങ്കര ദേഷ്യമാണ് അവർക്ക്. അതാ ബിഷപ്പുമാരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. ആ ചിരിയുണ്ട് ഒരുമാതിരി, എന്താ പറയണ, വളിച്ച ചിരിയും ചിരിച്ചോണ്ടാണ് നമ്മുടെ മുമ്പിൽ വരികയുള്ളൂ അവർ. എന്നിട്ട് കാണുന്നവരോട് മുഴുവൻ ഇങ്ങനെ ഒരു കുരിശൊക്കെ വരച്ച് അവനെ കൺവേർട്ട് ചെയ്യും. അതാണ് അവന്മാരുടെ പരിപാടി. അത് കഴിഞ്ഞ് ഈ ട്രൈബൽ ഏരിയാസിനെയും അതുപോലെ തന്നെ പിന്നോക്ക സ്ഥലങ്ങളിലുള്ള ആൾക്കാരെയൊക്കെ പോയിട്ട് അവർക്ക് ഒരു അരിയും പിന്നെ ഗോതമ്പും പിന്നെ പാൽപ്പൊടിയോ എന്താണെന്ന് വെച്ചാൽ കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ പറയണ കൺവേർട്ട് ചെയ്യും. അത് അവർക്കറിയില്ലല്ലോ, അവർക്ക് അറിയില്ല. അവർക്ക് അന്നന്നത്തെ ഭക്ഷണമാണ്. ഇപ്പോ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ പല സംസ്ഥാനങ്ങളിലൊക്കെ മാവോയിസ്റ്റ് ഭീതി, ജാർഖണ്ഡ് ഉൾപ്പെടെ ഛത്തീസ്ഗഡ് ഉൾപ്പെടെ അങ്ങനെയാണല്ലോ. അപ്പൊ ഭീഷണിയുണ്ട്. പക്ഷേ പോലീസിന് ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളിൽ ഇവരെങ്ങനെ കയറി ചെല്ലുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. മാവോയിസ്റ്റുകളുടെ സപ്പോർട്ട് കൂടിയിട്ട് മാവോയിസ്റ്റുകളും മെത്രാന്മാരും ഒരു കയ്യാ. നമ്മളത് പറയുമ്പോൾ അത് തെളിവുണ്ടോ ഇതൊക്കെയാണ് ചോദിക്കണേ. അയ്യോ, ഈ വർഗം എന്ന് പറയണ നമ്മുടെ ഒറീസയിലെ ഒരു സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ ഒരു ഹിന്ദു സന്യാസി ഉണ്ടായിരുന്നു. ഒരു മനുഷ്യരെയും ദ്രോഹിക്കാത്ത ഒരാൾ. അദ്ദേഹം ട്രൈബൽസിൻ്റെ ഇടയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പം ഇങ്ങനെ മതപരിവർത്തനം നടത്തിയ ആൾക്കാരെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അദ്ദേഹം, ഇന്നതുപോലെയാണോ ഉള്ളത്. അപ്പോൾ അവർ ചോദിക്കും, അയ്യോ അങ്ങനെയാണോ, ഞങ്ങൾ വിശ്വസിച്ച ഈ മെത്രാൻ വന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ പാതിരി വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവർ നല്ല ആൾക്കാരാണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ മതം മാറി, ഞങ്ങൾ തിരിച്ച് സഭയിലേക്ക്, ഞങ്ങൾ ഹിന്ദു മതത്തിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിനെയാണ് ഈ മെത്രാന്മാർ എന്ത് ചെയ്തു, മാവോയിസ്റ്റുകളെ കൊണ്ട് വെടിവയ്പ്പിച്ച് കൊല്ലിച്ചു. ഇപ്പൊ ഛത്തീസ്ഗഡിൽ നിയമം ഇവർ പറയണുണ്ട് കേട്ടോ. മെത്രാന്മാരുടെ ആർഗ്യുമെന്റ് എന്താണെന്നറിയാമോ? അവര് ലോകം മുഴുവനും അവർക്കൊരു ഒരു എക്കോസിസ്റ്റം ഉണ്ട്. അതുവഴി അവർ പ്രചരിപ്പിക്കുന്ന ഇന്ത്യയിൽ ഭരണഘടന അനുശാസിക്കുന്ന മതസ്വാതന്ത്ര്യം ചോദ്യം ചെയ്തിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് അനുവദനീയമല്ല. ഇവിടെ മതസ്വാതന്ത്ര്യമില്ല. ഇവിടെ അങ്ങനെ ഭരണഘടനയിൽ മതപ്രചരണത്തിന് അല്ല മതപരിവർത്തനത്തിന് ഒരു നിയമവും അവർ ഇല്ല. ഇപ്പം പ്രജതയ്ക്കൊരു മതത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ മതം ഫോളോ ചെയ്യാം, ആ മതം പ്രചരിപ്പിക്കാം, ആ മതത്തിൽ വിശ്വസിക്കാം, അതിൻ്റെ ആരാധനാക്രമങ്ങളിൽ പങ്കെടുക്കാം. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്, അതിനകത്തൊന്നും ഇടപെടണില്ല. പക്ഷേ വഴി കൂടി പോണ ആൾക്കാരെ വിളിച്ചിട്ട് ഇതിനകത്ത് ചേരണോട്ടൊന്നും പറയാം, അതും പറയാനായിട്ടുള്ള ഇതില്ല. നിർബന്ധിത മതപരിവർത്തനം നടത്താനായിട്ട് പൈസ കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഗോതമ്പ് മാവോ അല്ലെങ്കിൽ പാൽപ്പൊടിയോ ഇതാണല്ലോ മതപരിവർത്തനത്തിന് പണ്ട് ഉപയോഗിച്ചത്. ഇപ്പം അതല്ല. ഇപ്പം സ്കൂട്ടറൊക്കെ മേടിച്ചു കൊടുക്കും പള്ളിയിൽ നിന്നേ, സ്കൂട്ടറൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ ജോലി തരാമെന്നൊക്കെ പറഞ്ഞു പോയി ജോലിയൊക്കെ മേടിച്ചു കൊടുക്കും, കാശും കൊടുക്കും, വീട് പണിത് കൊടുക്കും, ഇതൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെയാണ് അവർ ആളെ കൂട്ടണേ. എന്തിനാന്ന് വെച്ചാൽ അവരൊരു നിർണായക ശക്തിയായി വന്നാൽ പിന്നെ രാഷ്ട്രീയമായിട്ട് അവർക്ക് പല കാര്യങ്ങളും ഇന്ത്യയിൽ നടത്താൻ പറ്റും. അവർക്ക് നമുക്ക് അവരോട് വന്ന് ജീവിക്കണതിൽ ഏതെങ്കിലും ക്രൈസ്തവരോട് നമുക്ക് എന്തെങ്കിലും വിരോധം തോന്നിയിട്ടുണ്ടോ? ഒരു അവരും നമ്മളെപ്പോലെ ഒരാൾ, നമ്മളെപ്പോലെ പക്ഷേ ഇവർക്കൊരു സൂക്കേടുണ്ട്. ഇവർ നമ്മുടെ ശരീരത്തിൽ ഈ എന്താ പറയുക ബാധിച്ചിരിക്കുന്ന ക്യാൻസർ പോലെയാണ് ഈ ക്രൈസ്തവ സഭയുടെ പള്ളിയിൽ അച്ഛന്മാർ, മതപരിവർത്തനം നടത്തുന്നവർ. അവരോട് ചോദിച്ച മതപരിവർത്തനത്തിന് നിങ്ങൾ എതിർക്കണ്ടോ എന്ന് ചോദിച്ച് അവരെതിർക്കും. അല്ല പറയും ഞങ്ങൾ മതപരിവർത്തനത്തിനെതിരാണ്, ഞങ്ങൾ മലപരിവർത്തനത്തിനെയാണ് അനുകൂലിക്കുന്നത്. എന്ത് മതപരിവർത്തനം? അത് ഇതിൻ്റെ ഒരു പുതിയ വേർഡാണത്.
രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് നിർബന്ധിത മതപരിവർത്തനം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പം ഛത്തീസ്ഗഡ് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ബില്ലിൽ മതപരിവർത്തനം നടത്താൻ ഉദ്ദേശമുള്ള വ്യക്തി, ഇപ്പം ഞാനിപ്പോൾ അവരുടെ സഭയിലേക്ക് പോകുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാനത് ബന്ധപ്പെട്ട ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെയോ അല്ലെങ്കിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെയോ മുമ്പിൽ 30 ദിവസം മുമ്പ് മതപരിവർത്തനം നടത്തുന്നതിന് 30 ദിവസം മുമ്പ് ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. അവർ അത് മേടിച്ച് അവരുടെ ഓഫീസിൽ അല്ലെങ്കിൽ ഞാൻ ഏത് താലൂക്കിലാണോ താമസിക്കണേ ആ താലൂക്കിലെ തഹസീൽദാരുടെ ഓഫീസിൽ അറിയിക്കും. തഹസീൽദാരെ എന്നെക്കുറിച്ച് അന്വേഷണം നടത്തുക. അത് മാത്രമല്ല, ആ താലൂക്ക് ഓഫീസിൽ ഞാനിങ്ങനെ മതപരിവർത്തനം നടത്താൻ പോണു എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസ് ഡിസ്പ്ലേ ചെയ്യണം, പരസ്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യണം. ആ നോട്ടീസിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് തഹസീൽദാർക്ക് നോട്ട് എഴുതി കൊടുക്കാം. ഈ കുമാറിന് തലയ്ക്ക് വട്ട, അതാണ് അയാൾ അങ്ങനെ ചെയ്യാൻ പോണത്, അയാൾ സിനയിലാണ്, അതല്ലെങ്കിൽ അയാൾ പൈസ മേടിച്ചിട്ടാണ് മതപരിവർത്തനം നടത്തുന്നതെന്ന് പറഞ്ഞാൽ അവർ മജിസ്ട്രേറ്റ് ലെവലിൽ അതിനെക്കുറിച്ച് എൻക്വയറി നടത്തി 90 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. അത് കഴിഞ്ഞ് ഈ മതപരിവർത്തനം നടത്തുന്നത് ഇന്ന കാരണങ്ങളാലാണ് എന്നുള്ള റിപ്പോർട്ട് സമർപ്പിക്കാം. അതുമാത്രമല്ല, വിവാഹം നടത്താൻ വേണ്ടി മതപരിവർത്തനം പാടില്ല, കുട്ടികളെ മതപരിവർത്തനം നടത്താൻ പാടില്ല, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതുപോലെ ട്രൈബൽസ് ഇവരെ മതപരിവർത്തനം നടത്താൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടാണ് ഈ നിയമം എന്താ പറയുക പാസ്സാക്കിയിരിക്കുന്നത്. അത് നിയമമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റാണി വന്ദന, എന്താ അതിന്റെ പേരെന്താ, വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും അവർ ചെയ്യണ മുഴുവൻ തെറ്റ്. അവിടുത്തെ നിയമം അനുസരിച്ചിട്ട്, നിലവിലുള്ള നിയമം അനുസരിച്ചിട്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എന്ത് പുകിലായിരുന്നു ഇവിടെ മുഴുവനും. അവർ കാണിക്കണ മുഴുവൻ അസല് പോക്കിരിത്തരാ. അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. അവരുടെ മതത്തിൽ ചെന്ന് ആൾക്കാരെ നമുക്ക് മതപരിവർത്തനം നടത്താൻ പറ്റുമോ? ഈ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ ഉണ്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു കോൺഗ്രിഗേഷനാണ് അത്. അവിടെ ഹിന്ദുമതത്തിൻ്റെ ആൾക്കാർ വന്ന് ഹിന്ദുമതത്തിൻ്റെ സാലിയൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രസംഗം നടത്തുന്ന ഇതാണ്. അവിടെ ചെന്നേക്കണു ഈ മറ്റേ സുവിശേഷക്കാർ എന്തിനാന്ന് വെച്ചാൽ അവിടെ വന്നവരെ മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട്. കുംഭമേളയുടെ സമയത്ത് ഈ ദരിദ്രവാസികൾ അവിടെ ചെന്നേക്കുക മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട്, ബൈബിളും പിടിച്ചുകൊണ്ട്. ബൈബിൾ പഠനേക്കായ ഭഗവാൻ കാ കൃപ മില്ലേക എന്നും പറഞ്ഞുകൊണ്ട്. ഇതിനു വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് വിദേശത്ത് നിന്ന് സ്വദേശത്ത് നിന്ന് അവർ ഫണ്ടായിട്ട് സ്വീകരിക്കണം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഡെസ്റ്റിനി ഓഫ് എ നേഷൻ. ഒരു രാജ്യത്തിൻ്റെ വിധി തീരുമാനിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഡെമോഗ്രഫിയാണ്, റിലീജിയസ് ഡെമോഗ്രഫിയാണ്. ഇത് പറഞ്ഞിരിക്കുന്ന ഞാനല്ല, പറഞ്ഞിരിക്കുന്ന അഗസ്റ്റോസ് കാംറ്റസ് എന്ന് പറയുന്ന വലിയ തത്വചിന്തകനും മറ്റാണ്, ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ആളാണ്. ലോകത്ത് ഒരിടത്തും ഇങ്ങനെ എന്താ പറയുക മതപരിവർത്തനം നടത്താൻ പറ്റൂല. നല്ല കാര്യമായി ഈ പള്ളിയിലെ അച്ഛന്മാർ സൗദി അറേബ്യ പോയി മതപരിവർത്തനം നടത്തുമോ? എന്നിട്ട് പാകിസ്ഥാനിൽ പോയി ചെയ്യുമോ? അവര് ബംഗ്ലാദേശിൽ പോയി ചെയ്യുമോ? ഒന്നും വേണ്ട, കാശ്മീരിൽ പോയി ചെയ്യട്ടെ. പാകിസ്ഥാനിൽ നിന്ന് വന്ന റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാനിലുള്ള ക്രൈസ്തവ വിശ്വാസികളെ കുടിയൊഴിപ്പിക്കുന്നു, അങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി കാണുകയുണ്ടായി. അവരുടെ ജനസംഖ്യ ഹിന്ദുക്കളെ പോലെ തന്നെ അവിടെ പാകിസ്ഥാനിലുള്ളവരുടെ ക്രിസ്ത്യൻ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്. പിന്നെ അതൊരു അന്താരാഷ്ട്ര വേദിയിൽ വരാതിരിക്കാൻ വേണ്ടി പാകിസ്ഥാൻ സർക്കാർ പല പരിപാടിയും ചെയ്യണം. കാരണം ഈ ക്രൈസ്തവരെ ആക്രമിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ പീഡിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശ്നമുണ്ടാകും. അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ പാകിസ്ഥാൻ കഞ്ഞി കുടിച്ചു പോകണം ഈ അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും കിട്ടുന്ന പിച്ചകാശ് കൊണ്ടാണ്. അപ്പോൾ അതില്ലാണ്ടായി പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒന്നും നടക്കാത്ത ഒരു മതത്തിലെ ആൾക്കാരെയും പീഡിപ്പിക്കാത്ത ഇന്ത്യനെ കുറിച്ചിട്ട് ഇന്നാള് അമേരിക്കയിലുള്ള ഏതോ ഒരു ഡൂക്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകാർ വേണ്ടാത്ത റിപ്പോർട്ടാണ് എഴുതിയേക്കുന്നത്, ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അവർ അത് വ്യക്തമായിട്ട് പറയില്ല, അവർ ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു 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 വലിയ ഓളം ഉണ്ടാക്കാൻ സാധിക്കും ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട്. ഇന്ത്യയിലുള്ള പോലെ മതസ്വാതന്ത്ര്യം എവിടെയാണ് കിട്ടുന്നത്? ഇവിടെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ കിട്ടുന്ന സ്വാതന്ത്ര്യം നമുക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. അത് നമുക്ക് അതിനുവേണ്ടി സമരം ചെയ്യേണ്ടതാണ്. ഈ ഐക്യരാഷ്ട്രസഭയിലൊക്കെ പോയിട്ട് നമ്മുടെ പ്രതിനിധികൾ പറയേണ്ടതാണ്, ഇവിടെ ഈ ന്യൂനപക്ഷ സമുദായക്കാർ
ഇത്രമാത്രം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഭൂരിപക്ഷം ഇപ്പോഴും ഒരു ഭയാശങ്കകളോടുകൂടിയാണ് ജീവിക്കണതെന്നും പറഞ്ഞിട്ട്. അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഒരു പ്രശ്നമില്ല. ഏത് എന്താ പറയണ ആശുപത്രി ഇതൊക്കെ തുടങ്ങാനായിട്ട് അവർക്കൊരു പ്രശ്നമില്ല. അവർ പറയണത് എന്താ വെച്ചാൽ ഈ നാട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ വന്നേ പിന്നെയാണ് ഇവിടെ കോളേജ് തുടങ്ങിയത്, സ്കൂൾ തുടങ്ങിയത്, ആശുപത്രി തുടങ്ങിയത്. സമ്മതിച്ചു. അത് നമ്മൾ സമ്മതിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയണ ആർഗ്യുമെന്റ്സേക്ക് സമ്മതിച്ചു കൊടുത്താലും ഇപ്പൊ ഇവിടെ ആവശ്യത്തിന് ആശുപത്രികളും ഇതൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് പിന്നെ എന്തിനാണ് അവർ പിന്നെയും കൊണ്ട് ചർച്ചിന്റെ പേരിലും മോസ്കിന്റെ പേരിലും ആശുപത്രി പണിയാൻ എന്തിനാണ് അവര്? അവർക്ക് കിട്ടണത്ര നമുക്ക് എവിടെയെങ്കിലും ഇപ്പൊ എയർപോർട്ടിൽ പോകുമ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴോ അല്ലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലൊക്കെ പോകുമ്പോൾ പ്രാർത്ഥനാ റൂമുണ്ട് അവിടെയൊക്കെ. നമുക്ക് കയറി ഇരിക്കാൻ പറ്റൂല അവിടെ. മറ്റവർക്ക് പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ്, നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് മതസ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അടി കൊടുക്കേണ്ട കേസല്ലേ ശരിക്കും? അതെ.